സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും സംശയം ചോദിക്കുകയും ചെയ്യാറുണ്ട്. വിളിക്കുന്നവിടെ ഒരു സംശയം ഇതൊന്നും പത്രത്തിൽ വന്നില്ലല്ലോ, പത്രത്തിൽ വരുന്നതോ ചാനലിൽ വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കണം, എല്ലാവരും കാണുകയും വേണം. ശരാശരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു പെൻഷൻകാരനും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. DA എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണോ, ഇതൊരു അവകാശമാണോ? വലിയൊരു ചോദ്യമാണ്. തന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കോടതി വിധികളുണ്ടോ, വിധികൾ എന്താണ് പറയുന്നത്, ഏത് സ്റ്റേറ്റിലാണ് വിധി, ഏത് രാജ്യത്താണ് വിധി, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിർബന്ധമായും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കേട്ടിരിക്കേണ്ടുന്ന, പെൻഷൻകാരും കേട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പെൻഷൻ നൽകുക എന്ന് പറയുന്ന പേ കമ്മീഷന്റെ, രാജ്യത്തെ പേ കമ്മീഷന്റെ ഒരു ശുപാർശ അനുസരിച്ചാണ് പെൻഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ PS നടരാജപിള്ള ധനമന്ത്രിയായിരുന്ന കാലത്താണ് തുടങ്ങിയത്. അത് ചെറിയ രീതിയിൽ തുടങ്ങി ഇന്നൊരു വളരെ വലിയ രീതിയിലേക്ക് വന്നു. എന്താണ് DA വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാന ആശയം എന്ന് ചോദിച്ചാൽ, ആൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. AICPI, ആൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതായത് രാജ്യത്ത് വിലക്കയറ്റം കൂടുന്നതിനനുസരിച്ച് കാലാകാലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാന്യമായ സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ക്ഷാമകാലത്തേക്ക് ക്ഷാമം ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ ക്ഷാമമാണ് എന്നുള്ള ഒരു കണക്കാക്കി കൊടുക്കുന്ന ഒരു ക്ഷാമബത്ത എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് DA പ്രഖ്യാപിക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. അത് അവകാശമാണ്, ഔദാര്യമല്ല. പിന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇത് പ്രഖ്യാപിക്കാതിരിക്കാം, നീട്ടി കൊണ്ടുപോകാം, ഈ PF മെർജ് ചെയ്യാം, പിന്നെ പല തരത്തിലുള്ള മറ്റു ഓപ്ഷൻസ് മാത്രമേ സർക്കാരിനുള്ളൂ. അല്ലാതെ കൊടുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. ഇതിനെ സംബന്ധിച്ച് നിരവധി വിധികളാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഉണ്ടായിട്ട്. ഇതൊന്ന് പഠിച്ചിരിക്കണം, നല്ലതാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ കേസിന് പോയാൽ കിട്ടുമോ സാറേ? കേസിന് പോകണം, ഇതും കൂടെയൊക്കെ പഠിച്ചുകൊണ്ട് വേണം നിങ്ങൾ കേസിന് പോകേണ്ടത്. അല്ലാതെ വെറുതെ നിങ്ങൾ കേസിന് പോയി ഏതെങ്കിലും ഇപ്പോൾ ഞാൻ വക്കീൽ പഠിച്ചിട്ടുള്ളതാണ്, LLB പഠിച്ചത്. അപ്പോൾ ഈ വക്കീലിന്റെ ഒരു ബേസിക് സ്ഥിതി എന്താണ്? തോക്കോ എന്ന് ചോദിച്ചാൽ തോക്കും, ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കും, തോറ്റാലും ജയിച്ചാലും കേസെടുക്കും. തോക്കോ എന്നുള്ള കേസെടുക്കുന്ന ആളാണ് ഏറ്റവും നല്ല വക്കീൽ എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോടതി സുപ്രീം കോടതിയിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു? DA is a legally enforceable right. DA is an enforceable, legally enforceable ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്ന റൈറ്റ് ആണ്, നോട്ട് ഒരു പ്രിവിലേജോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി 2016 പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ജഗജിത് സിംഗിന്റെ ഒരു കേസിൽ 2016 സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, സമാന ജോലിയാണെങ്കിൽ സമാനമായ DAയും ശമ്പളവും കൊടുത്തിരിക്കണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. DA നൽകാതെ സർക്കാരിന് ഒഴിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തങ്കച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2014 ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ ഇത് തടഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ 14 അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് DA തടഞ്ഞു വെക്കുന്നത് ഒരു അസമത്വം ഉണ്ടാക്കും. സമത്വം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. അതുപോലെ തന്നെ സമത്വത്തിന്റെ ഒരു ലംഘനമാണ്. അതുകൊണ്ട് DA കൊടുത്തിരിക്കണം. കേരള സർക്കാരാണ്. വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു, അതായത് ഹരീന്ദർ സിംഗ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനുമായിട്ട് 2010 വീണ്ടും പഞ്ചാബ് സുപ്രീം കോടതി പറഞ്ഞു, DO കനോട്ട് ബി പെർമനന്റ്ലി സ്റ്റോപ്പ്ഡ്. സ്ഥിരമായി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല DA, അത് കൊടുത്തേ കഴിയൂ. കർണാടക ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വിധി ഇറക്കിയിട്ടുണ്ട്. KSRTC എംപ്ലോയീസ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന 2015 ഒരു വിധി, വളരെ പ്രസിദ്ധമായ ഒരു വിധിയുണ്ട്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലും, ഈ വാക്ക് വളരെ പ്രധാനമാണ്, സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലും DA ജീവനക്കാരുടെ നോൺ നെഗോഷ്യബിൾ റൈറ്റ് ആണ് എന്ന് കോടതി, നെഗോഷ്യബിൾ അല്ലാത്ത അല്ലെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത, വാദപ്രതിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, കൊടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു DA നോട്ട് എ ബൗണ്ടി, ഇറ്റ് ഈസ് എ റൈറ്റ് എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞു. വീണ്ടും റിട്ടയർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെടുത്തി 1983 കുറെ പഴയ കേസാണ്, സുപ്രീം കോടതി പറഞ്ഞു, DS നഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് ആ കേസിലും പറഞ്ഞു, പെൻഷൻ വിലക്കയറ്റം നേരിടാൻ DA നിർബന്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ DA കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി കേസാണ് സുപ്രീം കോടതി. 1983 ഞാൻ പറഞ്ഞു നഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് വന്നു. അതുപോലെ തന്നെ DA കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. അത് എത്ര ശതമാനം എന്നുള്ളത് അത് ബൗണ്ടി അല്ല, ജീവനക്കാരുടെ അവകാശമാണെന്ന് വളരെ കൃത്യമായി DA സംബന്ധിച്ച്. ഇന്ത്യയിലെ സാധാരണ വിരമിച്ച ജീവനക്കാരന്റെ ജീവിതത്തെ ഇത് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ DA നൽകുന്നതിൽ ഒരു അനീതിയും കാണാൻ കഴിയില്ല. സർക്കാർ ബഡ്ജറ്റ് പ്രശ്നങ്ങൾ കണക്കിലെടുത്താലും ജനജീവിത ചെലവ് വരുന്നതിനാൽ
DA കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് DA വൈകിക്കാം, പക്ഷേ നിഷേധിക്കാൻ കഴിയില്ല. Certain administrative delays may occur, but withholding DA permanently is unconstitutional. ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെൻഷനും DA എന്നൊക്കെ പറയുന്നത് അവകാശമാണ്, ഗവൺമെന്റിന്റെ ഒരു അവകാശമാണ്. ഈ കേരളത്തിൽ 2 DA കൊടുക്കാതിരുന്ന കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 2013-14 കാലഘട്ടത്തിൽ കേരള സർക്കാരിന് അതിവിശാലമായ ധനക്ഷാമം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ച 2 DA വർധനകളിൽ ചിലത് താൽക്കാലികമായി തടഞ്ഞു വെച്ചു. ഇവിടെയും വൈകിച്ചു. കാരണം കേന്ദ്രം പ്രഖ്യാപിച്ച സമയത്ത് കേരളം പ്രഖ്യാപിച്ചു, പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല. സംസ്ഥാന ധനവിഭവം കഠിനമായി വർദ്ധിച്ചു. സംസ്ഥാന ശമ്പള പെൻഷൻ ഭാരം 70% മുകളിൽ പോയി. അതിനാൽ DA നൽകാൻ വൈകുന്നു, പിന്നീട് നൽകാം എന്ന് പ്രഖ്യാപിച്ചു. കൊടുക്കാതിരിക്കാൻ കഴിയില്ല. സർക്കാർ നൽകുന്നില്ല എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾ നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിരുദ്ധമാണ്. അത് 2014 തങ്കച്ചൻ വിധിയിലും കേസിലും സ്റ്റേറ്റ് ഓഫ് കേരളയിലും പറഞ്ഞു. ആർട്ടിക്കിൾ 14 ലംഘനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം, പറ്റില്ല, കൊടുത്തേ കഴിയുള്ളൂ. അപ്പോൾ എന്നത് താൽക്കാലികമായി കൊടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല. താൽക്കാലികമായി തടഞ്ഞു വെച്ചു, പക്ഷേ ഒഴിവാക്കാൻ സർക്കാരിന് കൃത്യമായി ഒരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ച് കൃത്യമായി പെൻഷനും DAയും പെൻഷൻകാർക്കുള്ള DAയും സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള DAയും കൃത്യമായി കൊടുത്തേ കഴിയൂ. അതിനകത്ത് വേറെ ഒരു ന്യായമില്ല. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ ദയവായി ഇതിനു വേണ്ടി എന്നെ വിളിച്ച് നിങ്ങളുടെ സമയം വിലപ്പെട്ട കളയണമെന്നില്ല. നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ വിളിച്ചു വയ്ക്കാം. സൗഹൃദ സംഭാഷണത്തിനൊന്നും ദയവായി വിളിച്ചു കളയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. സന്തോഷം, സ്നേഹവും ആനന്ദവും ഒക്കെ അറിയിക്കാം. വേണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ അയച്ചു തരാം, 2 പരസ്യമൊക്കെ പഠിച്ചു തരിക. ഞങ്ങൾ പച്ചരി വാങ്ങിച്ച് ജീവിക്കണമല്ലോ. അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാതെ മറ്റൊരു കാര്യത്തിലും കാര്യമില്ല. എന്തായാലും DA കൊടുക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ഉത്തരവാണ്. അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് ഇപ്പോഴുള്ള DA. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുമ്പ് DA കൊടുക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഫാഷനായി വന്നിരിക്കുന്നത് മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാതിരുന്നാലും കുഴപ്പമില്ല. ഇൻഫ്രാസ്ട്രക്ചറോ അഡിസ്മെന്റ് സർവീസ് മേഖലകളോ കുഴപ്പമില്ല. ആളുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കിട്ടുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രയോറിറ്റി കിട്ടും. അതുകൊണ്ട് ഇനിയിപ്പോ ജനുവരി മാസങ്ങളിൽ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ കൂടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റും ചില പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചേക്കാം. ചിലപ്പോൾ കർഷകർക്ക് പൈസ കൂട്ടി കൊടുക്കാം, യുവാക്കൾക്ക് യുവതികൾക്കും പൈസ കൂട്ടി കൊടുക്കാം. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പേ രാജ്യത്താകെ കേരള തെരഞ്ഞെടുപ്പ് കൂടി കണ്ടുകൊണ്ട് രാജ്യത്താകെ കൂട്ടാൻ സാധ്യതയുണ്ട്. കേരള സർക്കാരും ജനക്ഷേമമായ കയ്യടി കിട്ടുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ DA കിട്ടും. നിങ്ങൾ ഒരു സമരവും ചെയ്യേണ്ട, DA കിട്ടും. ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ വരുന്നുണ്ട്. എന്തായാലും സർക്കാർ ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ടില്ല. വോട്ടാണ് അവസാനം വേണ്ടത്. വോട്ട് ബാങ്കാണ്. 5-6 ലക്ഷവും പിന്നെ പെൻഷൻകാരെല്ലാം കൂടി നല്ലൊരു എമൗണ്ട് ഉണ്ട്, നല്ലൊരു സംഖ്യ ഉണ്ടെന്ന് സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെ DA കിട്ടും. ഡോണ്ട് വറി.